നമസ്കാരം. വിവാഹശേഷം മകനെയും മരുമകളെയും സ്വീകരിക്കാൻ നിലവിളക്കുമായി എത്തിയ വിധവയായ അമ്മയെ കണ്ടതും ബന്ധുക്കൾ പിറുപിറുത്തു തുടങ്ങി. വിധവയായ സ്ത്രീ ആരതി ഒഴിഞ്ഞു നിലവിളക്ക് നൽകി പെണ്ണിനെ സ്വീകരിക്കുന്നു. അശ്രീകരമെന്ന് ബന്ധുക്കൾ. എന്നാൽ ഇത് കണ്ട് നവവധു ചെയ്ത പ്രവൃത്തിക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറകയ്യടി ലഭിക്കുകയാണ്. വിവാഹം എന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രധാന ചടങ്ങ് തന്നെയാണ്. യുക്തിവാദികളും വിശ്വാസമില്ലാത്തവരും പോലും ഇപ്പോൾ നാളും പൊരുത്തവും ചർച്ചയുമൊക്കെ നോക്കിയാണ് വിവാഹത്തിന് തയ്യാറെടുക്കുന്നത്. എന്നാൽ ഇപ്പറഞ്ഞ എല്ലാ പൊരുത്തങ്ങളും ഉണ്ടെങ്കിലും ശുഭം എന്ന കണിയന്മാരുടെ ഉറപ്പ് ലഭിച്ചാലും ജീവിതം പലപ്പോഴും പലരുടെയും താറുമാറായി പോകാറുണ്ട്. ചിലരുടെയൊക്കെ കുടുംബജീവിതം പാതി വഴിയിൽ നിന്നു പോകാറുമുണ്ട്. എങ്കിലും അന്ധവിശ്വാസങ്ങൾ ഇന്നും കുറവല്ല. ഇപ്പോഴിതാ അത്തരത്തിലൊരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ഭർത്താവിന്റെ അമ്മയെ അശ്രീകരമെന്ന വിളിയോടെ മാറ്റി നിർത്തിയ ബന്ധുക്കൾക്ക് നവവധു നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. രാജേഷ് എന്ന യുവാവിന്റെ അനുഭവക്കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. കുറിപ്പ് ഇങ്ങനെ: വളരെ ചെറുപ്പത്തിലെ തന്നെ എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടിരുന്നു. ആകെയുള്ള സമ്പാദ്യം അമ്മയ്ക്ക് ഞാൻ മാത്രമായിരുന്നു. അമ്മയ്ക്ക് ഞാനും എനിക്ക് അമ്മയും മാത്രം. ജീവിതം വഴിമുട്ടി നിന്ന സമയത്ത് മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ല എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. എന്നാൽ ജീവിതത്തിൽ തോൽക്കാൻ അമ്മ തയ്യാറായിരുന്നില്ല. വീടിനടുത്ത് ഫാക്ടറിയിൽ ജോലിക്ക് പോയും രാത്രിയിൽ തയ്യൽ ജോലികൾ ചെയ്തും എന്നെ വളർത്താനും പഠിപ്പിക്കാനും അമ്മ കുറെ കഷ്ടപ്പെട്ടു. എനിക്കൊരു ജോലിയാകുന്നതുവരെ അമ്മ കുറെ കഷ്ടപ്പെടുന്നത് നോക്കി നിൽക്കാൻ മാത്രമായിരുന്നു എനിക്ക് സാധിച്ചത്. ബന്ധുക്കൾ അനവധിയുണ്ടെങ്കിലും അതൊക്കെ പേരിനു മാത്രമായിരുന്നു. ഞങ്ങൾ ഒന്ന് മെച്ചപ്പെടും വരെ ആരും ഞങ്ങളെ തിരിഞ്ഞുപോലും നോക്കിയില്ല. ഒടുവിൽ എനിക്ക് ജോലി ലഭിച്ചതോടെ അമ്മയുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ തന്നെ ഞാൻ തീരുമാനിക്കുകയും അതുപോലെ തന്നെ അമ്മയെ ജീവിതത്തിൽ ഇനി കഷ്ടപ്പെടുത്തില്ല എന്ന തീരുമാനമെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ എനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തുന്നത്. അധികം ഡിമാൻഡ് ഒന്നുമില്ലാത്ത പെണ്ണിനെയായിരുന്നു ഞാനും അമ്മയും ആഗ്രഹിച്ചത്. അമ്മയെ നന്നായി നോക്കണം, സ്നേഹിക്കണം, സംരക്ഷിക്കണം എന്നത് മാത്രമായിരുന്നു എനിക്കാകെയുള്ള ഡിമാൻഡ്. ഒടുവിൽ നിരവധി ആലോചനകൾക്ക് ശേഷം അധികം ഡിമാൻഡ് ഒന്നുമില്ലാത്ത ഒരാലോചന ഞാനങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. ആശ എന്നായിരുന്നു പെൺകുട്ടിയുടെ പേര്. വിവാഹം ഉറപ്പിച്ച ശേഷം അമ്മയാണ് എന്റെ ലോകമെന്ന് ഒരുപക്ഷെ അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. എങ്കിലും അവൾ എന്റെ അമ്മയോട് എങ്ങനെ പെരുമാറും എന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നു. ഇത്രയും നാൾ ആ അമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ഇനി ബുദ്ധിമുട്ടിക്കാൻ വയ്യ എന്ന് എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് അമ്മയെ സ്നേഹിക്കുന്ന ഒരു മരുമകളെയാണ് ഞാൻ അന്വേഷിച്ചിരുന്നത്. വരുന്ന പെൺകുട്ടി അങ്ങനെ തന്നെ ആവണേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒടുവിൽ വിവാഹ നാളെത്തി. താലികെട്ടും ഫോട്ടോഷൂട്ടും സദ്യയുമെല്ലാം കഴിഞ്ഞ് 4 മണിക്ക് വീട്ടിൽ കയറണം, അതായിരുന്നു സമയം പറഞ്ഞിരുന്നത്. 3:55 ഞങ്ങൾ വീട്ടിലെത്തി. നിലവിളക്കെടുത്ത് സ്വീകരിക്കുന്ന ചടങ്ങാണ്. അമ്മ വിളക്കുമായി സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കാൻ പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ചില ബന്ധുക്കൾ പിറുപിറുത്തു തുടങ്ങിയത്. വിധവയായ സ്ത്രീ ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് നൽകി പെണ്ണിനെ സ്വീകരിക്കുന്നു. അശ്രീകരം തന്നെ എന്നായിരുന്നു ബന്ധുക്കൾ അമ്മയെ കുത്തിനോവിച്ചു പറഞ്ഞത്. നവവരനെയും പെണ്ണിനെയും വിധവ സ്വീകരിക്കുന്നത് ഐശ്വര്യക്കേടാണ് എന്ന് ബന്ധുക്കൾ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ എത്തിയ അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ നിർത്താതെ ഒഴുകുന്നത് ഞാൻ കണ്ടു. ചങ്ക് തകർന്നു പോകുന്ന നിമിഷമായിരുന്നു അത്. സ്വന്തം മകന്റെ ജീവിതം മുന്നിൽ കണ്ടാവണം ഒരു പരീക്ഷണത്തിനില്ല എന്ന രീതിയിൽ വിളക്ക് മറ്റൊരാൾക്ക് നൽകാൻ അമ്മ തീരുമാനിച്ചു. എന്നാൽ ഇവിടെ എന്നെ ഞെട്ടിച്ചത് എന്റെ ഭാര്യയായിരുന്നു. അമ്മ തന്നെ എനിക്ക് വിളക്ക് നൽകി സ്വീകരിച്ചാൽ മതി എന്നായി എന്റെ പ്രിയതമ്മ ആശയുടെ തീരുമാനം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ വേണം എനിക്ക് വിളക്ക് നൽകി സ്വീകരിക്കാൻ എന്ന ആശയുടെ പിടിവാശിയിൽ ബന്ധുക്കളെ കുറച്ചൊന്നുമല്ല ചൂടിപ്പിച്ചത്. ഒടുവിൽ അമ്മ തന്നെ മരുമകൾക്ക് വിളക്ക് നൽകി സ്വീകരിച്ചു. ഒരു നിമിഷം എന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയെടുക്കാൻ അവൾക്ക് സാധിച്ചു എന്ന് തന്നെ പറയാം. എന്റെ ഹൃദയത്തിൽ എന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇന്നും ഒരേ സ്ഥാനമാണ്. ഇന്നും സന്തോഷത്തിന് ദൈവം ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നായിരുന്നു യുവാവിന്റെ കുറിപ്പ്. എന്തായാലും പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.